ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ആക്സിലോട്ടിനെ കണ്ടുപിടിച്ച സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് ഡയമണ്ട് കിട്ടി. ആ ഡയമണ്ട് വെച്ച് നമ്മൾ ഒരു സ്വാഡ് ഉണ്ടാക്കി. ആ സ്വാഡിൽ നമ്മൾ മെൻഡിങ്ങും ചേർത്ത്, പിന്നെ ഞങ്ങൾക്ക് ഒരു ക്രോസ് ബോയും കിട്ടി. അതിൽ ഞാൻ മൾട്ടി ഷോട്ടും ചേർത്ത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ചൂണ്ടയിട്ട്, ഡയമണ്ട് ചൂണ്ടയിട്ടല്ലേ കേട്ടോ, ഡയമണ്ട് ചൂണ്ടയിട്ട് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആക്സിലോട്ടിന് വേണ്ടിയാണ്. ആക്സിലോട്ടിൽ ഞാൻ കൊണ്ട് നെതറിൽ കളഞ്ഞു. ലാവയും വീണ്ടുണ്ടാന്ന് അറിയില്ല, പോയി നോക്കണം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഓക്കെ ഗായ്സ്, അങ്ങനെ ഞാൻ നെതറിലെത്തിയിട്ടുണ്ട്. നെതറിലെന്താ ഭയങ്കര ഓളമാണല്ല, സോറി ഓളം വെട്ട്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പുറത്തായിട്ടാണ് പോകേണ്ടത്. അല്ല, നമ്മള് അയ്യോ ഞാനറിയാണെന്ന് ഞാനൊന്നും കൂടെ അകത്ത് കയറട്ടെ. അപ്പൊ ഗൈസ്, നമ്മുടെ ആക്സിലോട്ട് കത്തിപ്പോട്ടുണ്ടാവും. ഞാൻ പോട്ടെ, ഞാൻ ഓടിച്ചല്ലട്ടെ. എടാ മാറാ, നീ പോടാ. നീ എന്റെ കൊല്ലാൻ നിൽക്കണം. ഞാൻ നിന്നെ കൊന്നിട്ടേ അടങ്ങോളൂ. ഞാൻ നിന്നെ കൊന്നിട്ടേ അടങ്ങോളൂ. കൊന്നിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് പോയി അതൊന്നും എടുത്തോണ്ട് വരാം. അതിപ്പോ കത്തിക്കരിഞ്ഞിട്ടുണ്ടാന്നൊന്നും എനിക്കറിയില്ല. ഇവന്മാര് നേരത്തെ പോലെ വികലാംഗന്മാരാണ്. എടാ, ഈ ഷെയ്ഡറിന്റെ കുഴപ്പമാണ്. ഇതേ കുഞ്ഞു വികലാംഗൻ എന്തെങ്കിലും ആട്ടെ. ഓക്കെ, ഒന്നുമില്ല. നേരെ ചെല്ലുക, അതെടുത്തിട്ട് പോരുക. എൻഡർമാൻ്റെ കണ്ണിലൊന്നും നോക്കരുത്, നേരെ ചെന്ന് അതെടുത്തിട്ട് പോരുക. ഓക്കെ, നിന്നെ കൊണ്ട് പറ്റും. ഇതാണ് എനിക്ക് 2 ഡയമണ്ട് കിട്ടുന്ന സംഭവം. ഞാൻ ആക്സിലോട്ടിനെ തപ്പി പോയതാണ്. അപ്പോൾ ആക്സിലോട്ടിനെ കിട്ടിയില്ല. ഞാനപ്പോൾ ഇങ്ങനെ തെരുവിലിങ്ങനെ ഏകാന്തര ചന്ദ്രിക, അപ്പം ഞാൻ അവിടെ ഒരു വാലി കണ്ട്. ആ വാലിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വെച്ച് അപ്പോഴേക്ക് ഇവിടെ ഒരിടത്ത് ആക്സിലോട്ട് ഉണ്ട്. ഇവിടെ വെള്ളത്തിൽ ഞാൻ ആക്സിലോട്ട് തപ്പി പോവുകയായിരുന്നു. ഇങ്ങനെ ആക്സിലോട്ട് ഉണ്ട്. അപ്പോൾ അതവിടെ ഞാനൊരു ക്ലേൻ്റെ സ്ഥലം കണ്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ ഇരിക്കണം 2 ഡയമണ്ട്. അപ്പം ഇതാണ് ആ 2 ഡയമണ്ട്. ഏതാണ്ടൊക്കെ നമ്മൾ അക്യൂറത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളും തീർന്നിട്ടുണ്ട്. അവിടെ ഒരു ഗ്ലാസും കൂടെ വെച്ചാൽ മതി, ഫുള്ളും തീർന്നു. അപ്പം നമ്മളെല്ലാം പണിതിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആക്സിലോട്ട് വെച്ചാൽ അതിന് പേരിടാൻ പറ്റില്ല, അത് വേറെ കാര്യം. ഞാൻ പേരിടാനിട്ടാണ്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് പറഞ്ഞു പോയതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. മറ്റേ പച്ച പാർട്ടിക്കലൊക്കെ പറഞ്ഞ് നടക്കും. ഈ സാധനം ഇവിടെ നടാൻ പറ്റില്ല. അപ്പം നമുക്കിത് കുറച്ച് അങ്ങോട്ട് മാറ്റി നടാം. കാരണം ഇത് വഴി നട്ടാൽ ശരിയാകില്ല. ഇവിടെ നടാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതൊരു സ്കൈ ബ്ലോക്ക് മാപ്പ് പോലെ ആയിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് ആ സ്കൈ ബ്ലോക്ക് പോലത്തെ മാപ്പ്. വില്ലേജ് മൊത്തം കാണാൻ പറ്റും. കുറച്ചും കൂടെ ടോപ്പിലോട്ട് പോയായിരുന്നു. ഇതാണ് ആ സ്കൈ ബ്ലോക്ക് പോലത്തെ മാപ്പ്. ഞാൻ താഴത്തെത്തിയിട്ട് ആ ബ്ലോക്കും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ആ കാട് മൊത്തം ലൈറ്റ് ചെയ്തു. പിന്നെ ഈ ലാൻഡും, അതായത് ഈ റിവറും ഞാൻ ഫുള്ള് ലൈറ്റ് ചെയ്തു. സ്കെൽട്ടൻസ് വരാണ്ടിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ സോംബീസ് എവിടെ നിന്നൊക്കെയോ സ്പോണാകുന്നുണ്ട്. അതൊന്ന് മാറ്റണം. ഇത് പതുക്കെ ഇങ്ങനെ ഇടഞ്ഞു പോയാൽ ശരിയാകില്ലല്ല, സ്പീഡിൽ പോകും. ഓക്കെ, ഇനി ഞാൻ ആ ബ്ലോക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്ക്രീനിൽ ഇടാൻ പോയാണ് ആ ബ്ലോക്കിൻ്റെ ഫോട്ടോ. അതിന് മുമ്പ് ഞാൻ ടാറ്റാ ബൈ ബൈ പോയിട്ട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആ സ്ക്രീനിൻ്റെ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഞാൻ ആ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോട്ടെ. അത്രേ ഉള്ളൂ. ഞാൻ ടാറ്റാ ബൈ ബൈ ഞാൻ പോണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ക്രീനിൽ കിട്ടണം. ഓക്കെ, ഞാൻ കുറച്ച് അയൺ എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയൻകുളങ്ങളെ പൊട്ടാൻ നിൽക്കണം. അവനെ കൊണ്ടൊന്ന് റിപ്പയർ ചെയ്ത് അയൻകുളം മസിൽമാൻ. ഓക്കെ, മസിൽമാൻ ഇപ്പോൾ പക്ക ഫിറ്റ് ആയിട്ടുണ്ട്. അവരെല്ലാവരും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ചേക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആ ഫോട്ടോയും കൂടെ കണ്ടിട്ട് പോകും.